കോഴിയെ വെട്ടിമുറുക്കി പീസ് പീസാക്കി അങ്കർ പുങ്കറ നുങ്കറ കങ്കറാന്ന് വെട്ടി 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 അതിനെ നമ്മൾ കറി വെച്ചു ഗൈസ്. കറി വെക്കാൻ പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കോഴിയെ തിന്നും, എല്ലാവരും കോഴിയെ തിന്നും. പക്ഷെ ആ കോഴി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കോഴി കഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ച് വലുതായി വലിയ കോഴിയായി. അതിനെ നമ്മൾ വലിയ കോഴിയാകുമ്പോൾ നമ്മൾ കടയിൽ പോയി അതിനെ വാങ്ങിച്ച് അതിനെ നമ്മളെ മുമ്പ് വെച്ച് അവർ കൊന്ന് അതിനെ വെട്ടി പീസാക്കി നമുക്ക് തരും. നമ്മൾ അതിനെന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ കഴുകി വൃത്തിയാക്കി നമ്മൾ അതിന് കറി വെക്കും. കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കറി വെക്കുന്നത് നമ്മൾ സവാള അരിഞ്ഞ് തക്കാളി അരിഞ്ഞ് എന്തിനാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ വെട്ടിമുറിച്ച് നമ്മൾ വെട്ടിമുറിച്ച് വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമ്മൾ അതിനെ കഴുകി സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നമ്മൾ വഴറ്റി, എന്നിട്ട് നമ്മൾ ആ ചിക്കനെ തട്ടി ചിക്കനെ വേവിച്ച് ചിക്കൻ കറി വെക്കും. ചിക്കൻ കറി വെച്ചിട്ട് എന്ത് ചെയ്യും? ചിക്കനെ പൊരിക്കും. അതിന് ഒരു പാത്രത്തിൽ കുറെ ചിക്കൻ എടുത്ത് വെച്ച് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ് ഇല്ലേ, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് എഗ്ഗ് ഇങ്ങനെ നമ്മൾ കലക്കി അതിനകത്ത് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് നമ്മൾ ഞം പറഞ്ഞ് തിന്നാം. എന്ത് ടേസ്റ്റ് എന്ന് പറയാമോ പൊരിക്കണ ചിക്കൻ. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ വെച്ച് ചിക്കനെ നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ടു, ചിക്കൻ മസാല എല്ലാം ഇട്ടു. അയ്യോ ഗൈസ് തൊണ്ടായി. എല്ലാം ഇട്ട് നമ്മൾ കറി വെച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. അതിന് നമ്മൾ ചോറ് വയ്ക്കും. ഒരു കുക്കർ എടുക്കുക, അതിനകത്ത് കുറച്ച് അരിയൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ വെച്ച് ചോറിനെ വെച്ച് വേവിച്ച് നമ്മൾ തിന്നും. പാവം കൂട്ടി കിടന്ന് വളരേണ്ട കോഴിയെ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് അതിനെ വെട്ടി നുറുക്കി അതിനെ പീസാക്കി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വയറ്റിനകത്തോട്ട് ഇറക്കും. നമ്മളെ വയറ്റിനകത്തോട്ട് ഇറക്കിയിട്ട് നമ്മളെ വയറ്റിൽ ഗ്യാസ് കയറി വയറ് കഴിഞ്ഞിട്ട് നമ്മൾ കരയും. നമ്മളല്ല സത്യത്തിൽ കരയണത്, നമ്മളെ വയറ്റിനകത്തിലാണ് കോഴി കരയണതാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. അത് നിങ്ങൾക്കറിയാമോ? പാവമില്ല കോഴി